ഹായ് ജെയ്മെയിൻ 2026 ജാനുവരി 28 ഷിഫ്റ്റ് 1 ഒരു ക്വസ്റ്റൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ സോളിഡ് സ്ഫിയർ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് an axis which is at a distance 15 centimeter from its center. Okay, the radius of gyration about this axis is root n centimeter. The value of n ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. Okay, it's a question from rotational motion, rotational dynamics, systems of particles and rotational motion. Okay, അപ്പോൾ സോളിഡ് സ്ഫിയർ ആണ്. സോളിഡ് സ്ഫിയറിൻ്റെ കേസിൽ നമുക്കറിയാം സോളിഡ് സ്ഫിയർ about an axis passing through its center എന്ന് വെച്ചാൽ ഡയമീറ്ററിലൂടെയുള്ള ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ എത്ര I is equal to 2/5 mr². 2/5 mr². സോളിഡ് സ്ഫിയർ ആകുമ്പോൾ 2/5 mr². റെഡിയാണ്, 2/5. ഓക്കെ, പക്ഷെ നമ്മളോട് ചോദിച്ചത് ഇതിന്റെ റേഡിയസ് 10 ആണ്. ഇതിന് ഇപ്പുറത്ത് വേറൊരു ആക്സിസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതാ 15 സെന്റിമീറ്റർ അപ്പുറം ഒരു ആക്സിസിനെ കുറിച്ച് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ഇങ്ങോട്ടേക്ക് വെച്ചു. ഓക്കെ, ഇവിടെ ഒരു 15 സെന്റിമീറ്റർ അപ്പുറം എബൌട്ട് ദിസ് ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാനാണ് പറഞ്ഞത് അല്ലേ. സോറി, മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ല, റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയാമോ? ആദ്യം നമ്മൾ വേണ്ടത് ദ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ദിസ് ആക്സിസ് കണ്ടെത്തുക. അപ്പോൾ അതിന് നമ്മൾ പാരലൽ ആക്സിസ് തിയറി യൂസ് ചെയ്യണം. സി എമ്മിലൂടെ പോകുന്ന ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ പാരലൽ വിത്ത് ഗിവൺ ആക്സിസ്. ഓക്കെ, നമുക്ക് എങ്ങനെ കണ്ടെത്താം? ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ് ഈക്വൽ ടു 2/5 mr² പ്ലസ് മാസ് ഓഫ് ദ ബോഡി ഇൻടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതിനെ ഞാൻ എ എന്ന് കൊടുക്കുകയാണെങ്കിൽ ma². ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5. മാസ് എം മാറ്റേണ്ട ആവശ്യമില്ല. റേഡിയസ് ഒക്കെ സെന്റിമീറ്ററിലായതുകൊണ്ട് നമുക്ക് സെന്റിമീറ്ററിൽ തന്നെ തുടരാം. അപ്പോൾ 10² എന്ന് പറയുമ്പോൾ 100 പ്ലസ് മാസ് എം ഇൻറ്റു അത് 15 സെന്റിമീറ്റർ ആണ്. എ എന്ന് പറഞ്ഞത് 15 ആണ്. എ ഈസ് 15. ദെർഫോർ 15² 225 എന്ന് കിട്ടും. 225. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഓക്കെ, നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 20 കിട്ടി. 20 അപ്പോൾ 40 എമ്മും 265 എം എന്ന് കിട്ടി. ഇവിടെ I is equal to 265 m. റെഡി അല്ലേ? ഓക്കെ, നൗ നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടെത്താം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് നോക്കൂ, ഫോർ ദാറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു mk². അപ്പോൾ എം കട്ട് ചെയ്തു. ദെർഫോർ k ഇവിടെ അതിന് n എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തത്. ദെർഫോർ k is equal to √265 എന്ന ആൻസർ കിട്ടും. അപ്പം നമ്മുടെ കേസിൽ അതിന് n എന്നാണ് കൊടുത്തത്. ദെർഫോർ n is equal to 265. ഏത് √n ആണ് കൊടുത്തത്? കേക്ക് √n എന്നാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ n is equal to 265. 265 is the final answer. 265.